സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പ്രായനൊക്കെ പറത്താണോ വിചാരിച്ചാണ്. ഇപ്പോൾ നല്ലൊരു മഴക്കാറിൻ്റെ ലക്ഷണമുണ്ട്, അതുകൊണ്ട് പറത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പ്രായൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരികയാണ്. ഇപ്പോൾ പറ്റിയാണെങ്കിൽ ഞാൻ പറത്തുന്നുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ പ്രായൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രാവുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മഴക്കാറിൻ്റെ ഇതുണ്ട്, അതുകൊണ്ടാണ് വിടാത്തത്. അത്യാവശ്യം നല്ല മഴക്കാറുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ വിടുന്നുണ്ട്. എന്തായാലും വിടുകയാണെങ്കിൽ നമ്മൾ വാങ്ങിയൊരു വെള്ളക്കുഞ്ഞന്മാരില്ലേ, അപ്പോൾ ഓലയ്ക്ക് വിടുക. അപ്പോൾ നമ്മളെ പ്രാവുകൾ കുഞ്ഞന്മാരൊക്കെ വലുതായിട്ടുണ്ട്. ഐറ്റങ്ങളാണ് ഇപ്പോൾ പുറമെ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് കൂടിൻ്റെ ഒന്ന് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ കുഞ്ഞന്മാർ. അത്യാവശ്യം സൈസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ്. ഇപ്പോൾ വേറൊരു കുഞ്ഞ് ഇതിൻ്റെ അടിയിലാണ്. അതാ അവിടെ ഉണ്ട്. അതൊരു തലവെള്ളയിലാണ് വന്നത്. ഇനിയിപ്പോൾ മോൾട്ടി സ്റ്റേജ് ആയിട്ട് മാറുമെന്ന് അറിയില്ല. എന്തായാലും നമ്മളെല്ലാ പ്രാവുകളും ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വിടാൻ പോകുന്നത് ഈനെയാണ്. വിടാൻ പോകുന്നല്ല, നമ്മൾ നോക്കട്ടെ, എന്നാൽ മാത്രം ഒന്ന് വിടൂ. ഇതിനപ്പോൾ നമ്മൾ പറത്തിക്കലുണ്ട് ഈ കുഞ്ഞന്മാരെ. അപ്പോൾ അത്യാവശ്യം ഇടിയൊക്കെ വെട്ടുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് ഒരു മടിയാണ് ഇവിടെ. അഥവാ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞന്മാർ മിസ്സാവും. അതുകൊണ്ടാണ്. എന്തായാലും നോക്കട്ടെ, നോക്കിയിട്ട് ചെയ്യാം. ഇപ്പോൾ അവർ 1 മണിക്കൂർ പോലും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈം എത്തണമെന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസമായി വിടുന്നത്. പെട്ടെന്ന് നമ്മൾ ടൈം കയറുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ബ്രീഡാണ്. അപ്പോൾ നമ്മളെ ഈ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം തൂവലൊക്കെ വെച്ചിട്ടുണ്ട്. പറന്നൊക്കെ ഇറങ്ങാനായിട്ടുണ്ട്. പുതിയ കാണുന്നവരുണ്ടാവും ചാനൽ, പോലിക്കൊക്കെ പറഞ്ഞു തരാനാണ്. ഇതാണ് നമ്മളെ ഒരു കുഞ്ഞന്. ഒരു 3 മണിക്കൂർ പറന്ന പ്രാവാണ്. ഇപ്പോൾ വെട്ടിയിട്ടതാണ്. ഫാൾക്കൻ്റെ അറ്റാക്ക് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്. അപ്പോൾ അതിനപ്പോൾ വെട്ടിയിട്ടതാണ്. അതേപോലെ ഇവിടെ ഉണ്ടായ ഒരു കുഞ്ഞാനാണിത്. ഇത് സബ്ജയിലാണ്. ഇത് ഒരു ഏകദേശം 2.25 പറഞ്ഞുണ്ട്. പിന്നെ ഞാൻ പറത്തിയില്ല, സമയമല്ലല്ലോ, അതുകൊണ്ടാണ്. ഇവർ പിന്നെ 1 മണിക്കൂർ പറഞ്ഞ്, 1 മണിക്കൂർ തയ്ച്ച് പറഞ്ഞില്ല. ഇത് ഒരു 58 മിനിറ്റ് പറഞ്ഞുണ്ട്. ഇത് ഒരു റോസ് റിംഗ് ആണ് ഇതിനിട്ട് കൊടുത്തത്. അപ്പോൾ പെട്ടെന്ന് പ്രായം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 53 മിനിറ്റ്. 1 മണിക്കൂറായില്ല, അതായത് നമ്മൾ 1 മണിക്കൂറായി എന്നാണ് പറയുന്നത്. പിന്നെ ഇതാണ് നമ്മളെ ഒരു ഫീമെയിലാണ്. ഇത് കുറുകുന്നൊന്നും നോക്കണ്ട, ഫീമെയിലാണ്. മുട്ടയിട്ടുണ്ട്. പക്ഷെ നല്ല ആണിൻ്റെ അതേ കുറുകലൊക്കെയാണ്, കണ്ടോ. എന്തായാലും അവിടെ നോട്ടെ. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളെ ഡബിൾ കണ്ണീന്ന് നമ്മളെ മെയിൻ ആണില്ലേ പറത്തുന്ന അവിടെ ഡ്രൈവർ പ്രാവ്. അപ്പോൾ ഇതിനെ നമ്മൾ വെട്ടിയിട്ടുണ്ട്. വേറെ ഒന്നല്ല, ഫാൾക്കനൊന്നും കൊണ്ടുപോകണ്ട വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം നല്ല പ്രാവാണ്. ഇനിയിപ്പോൾ അടുത്ത സീസണിൽ ഈ പ്രാവിനായിട്ട് ജോലി ഇട്ട് കൊടുക്കണം. എന്താ ഇതിനായിട്ട് കൊണ്ടുവച്ചതാണ് ഈ പ്രാവിനെ. അപ്പോൾ ഇതിൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും നല്ല റിസൾട്ട് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് കുണ്ട കളയുന്നില്ല, ഫാൾക്കനും കൊടുക്കുന്നില്ല. അതുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ അവിടെ. അതേപോലെ ഇപ്പോൾ ഡബിൾ കണ്ണിക്ക് നമ്മളൊക്കെ ഒരു 1.5 മണിക്കൂർ പറഞ്ഞ ഡബിൾ കണ്ണിയാണിത്. അപ്പോൾ പിന്നെ ഇത് ഓലമേ ഇരിക്കുന്ന കൊണ്ട് പിന്നെ വിടാൻ ചടപ്പായി. അതുകൊണ്ട് പിന്നെ വെട്ടിയിട്ട്. പിന്നെ പറയാനുള്ളത്, നമ്മളിവിടെ പറന്ന് വന്ന ഒരു പ്രാവാണ്. അപ്പോൾ ഇതിൻ്റെ ചിറകും വെട്ടി വെച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് അത്യാവശ്യം നല്ല പ്രാവാണെന്നാ. ഞാൻ മിക്കവാറും ഇതിനിട്ട് ജോഡി കൊടുക്കും. ഇതൊരു ഫീമെയിലാണ്. നമ്മളെ ഫാൾക്കൻ്റെ അറ്റാക്ക് കുടുങ്ങിയ ഈ പ്രാവിന് മിക്കവാറും അതിനിട്ട് കൊടുക്കും. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുമായിരിക്കും. ഇനി അടുത്തത് പറയാനുള്ളത് നമ്മളെ ഇവിടെ ഉള്ളത് തന്നെയാണ്, വാങ്ങിയതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുട്ടിയാണിതാ മുകളിലിതാ 2.5 മണിക്കൂർ പറഞ്ഞ്, 2.25 മണിക്കൂർ പറഞ്ഞ സബ്ജ. എന്തായാലും നല്ല പ്രാവാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓലമേലിരുന്നാലിന്, പിന്നെ ഞാൻ വെട്ടിയിട്ടാലിന്. ഓലമേലിരിക്കുന്നതിനൊന്നും അധികം ഞാൻ പറത്തലില്ല. ഒരു ടൈം ആക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെട്ടിക്കാളൂ. പിന്നെ ഇത് നമ്മൾ നാടൻ പ്രാവ്, പറവയും നാടനും ക്രോസായ പ്രാവാണ്. അപ്പോൾ മിക്കവാറും ഞാൻ ഈന് ജോഡി ഇട്ട് കൊടുക്കും. ഈ സബ്ജക്ക് ഈ പെണ്ണിനിട്ട് കൊടുക്കും. ഒക്കെ അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് പറത്തൻ്റെ
പറത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ നല്ലൊരു മയക്കാറുണ്ട്. പിന്നെ പ്രാവ് മിസ്സായി പോയാൽ നമുക്ക് തന്നെയാണ് നഷ്ടം. അതുകൊണ്ടോ അങ്ങനെ മയക്കാറുണ്ട്. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ പറത്താനൊന്നും പറ്റൂല. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ എല്ലാ പ്രാവിനെ ഒന്ന് ടെറസുമ്മലേക്ക് ഇടാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ പ്രാവിൻ്റെ ഇങ്ങോട്ട് വരാതെക്കാൻ വേണ്ടി തടസ്സം വെച്ചത് ഇതൊക്കെ മാറ്റിയിട്ട് ഈ വലമൊക്കെ അങ്ങോട്ട് നീക്കിയിട്ട് പ്രാവിനൊന്ന് തുറന്നു വിടാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം തുറന്നു വിടുന്നത് ഫീമെയിൽസിനാണ്. അപ്പോൾ ചിറക് വെട്ടിയ ഫീമെയിൽസും അതേപോലെ കുഞ്ഞന്മാരെയാണ്. കുഞ്ഞന്മാരെ നമ്മളിപ്പോൾ തുറക്കുന്നില്ല. ഇതൊക്കെയാണ് നമ്മളെ വെള്ളക്കുഞ്ഞന്മാരാണ്. വരപ്പോൾ വിടുന്നില്ല. ഇപ്പോൾ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിച്ച് പറക്കും. അതുകൊണ്ട് ചിറകില്ലാത്ത പ്രാവുകളൊക്കെ ആദ്യം തുറന്നു വിടാം. ഇപ്പോൾ 2 പ്രാവിനപ്പോൾ തുറന്നു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കൂട്ടിലൊരു ഫീമെയിലുണ്ട്. അതേപോലെ ഈ ഒരു സബ്ജ ഫീമെയിലാണ്. അപ്പോൾ ഈറ്റിനൊക്കെ നമുക്ക് പുറമേക്കാക്കാം. ഇപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ പറത്താനുള്ള സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പുറമേക്കൊന്ന് പ്രാവിനെല്ലാം ഒന്ന് ഇടാം. അപ്പോൾ ഇതിനൊക്കെ പിടിച്ചിട്ട് ഇടുന്ന് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിനൊന്ന് പുറമേക്കാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് എല്ലാ പ്രാവിനെയും നമ്മൾ തുറന്നിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞന്മാരും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അതുകൊണ്ട് കുഞ്ഞന്മാർ ആദ്യം തളിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചിറക് വെട്ടിച്ച കുറച്ച് പ്രാവുകളുണ്ട്. അപ്പോൾ ഓലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറമേക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കുഞ്ഞനാണിതിപ്പോൾ ഇഷ്ടികമ്മലേക്ക് കയറിയേ. അപ്പോൾ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. എന്നാലും പേടിപ്പിക്കുന്നില്ല. പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് പറക്കൂ. 0 കള്ളിയാണ്. പറക്കാനുള്ള മൈൻഡായിരിക്കും. അപ്പോൾ ഇതും കുഞ്ഞനാണ്. ഇത് തലവെള്ളയിലാണ് വരുന്നത്. ആണിൻ്റെ അതേ ഇതാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ എല്ലാ പ്രാവിനൊന്ന് ജസ്റ്റ് ഒന്ന് ബെല്ലാനൊന്ന് ഇവിടുന്ന് തെളിച്ചു കൊടുക്കുന്നുണ്ട്. ഓവർ പേടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പ്രാവ് പേടിക്കും. അപ്പോൾ എന്തായാലും ഓരോക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറമേക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ടെറസുമ്മ കൂടെ ഒക്കെ കളിച്ചിരുന്നോട്ടെ. എപ്പോഴും ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ ഐറ്റങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഇന്നലെ പെയ്ത മഴേൻ്റെ വെള്ളമാണ്. അതൊന്ന് കുറച്ച് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട്. വെറുതെ അത് കുടിച്ചിട്ട് അസുഖം വരണ്ട. അപ്പോൾ ഇപ്പോൾ തന്നെ സൗണ്ടിനൊക്കെ എന്തോ വന്നിട്ടുണ്ട്. അപ്പോൾ പനിയായിരുന്നു, മഴയൊക്കെ അല്ലേ. പിന്നെ പറത്തിക്കുന്ന വീഡിയോ ഇടാത്തത് വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ട് പറത്തുന്ന വീഡിയോ ഇടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളക്കുഞ്ഞന്മാരൊന്ന് തുറന്നിടാം. ഇതാണ് നമ്മളിപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒരു സമയം കിട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങ് പറത്തു. വീഡിയോ എടുക്കാനൊക്കെ മടിയായതുകൊണ്ടാണ്. വേറൊന്നല്ല, ഇതിപ്പോൾ വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ ഇപ്പോൾ ചടപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത്. എന്തായാലും നമ്മൾ പ്രായത പറന്നുണ്ട് പുറമേക്ക്. പുറമെ ഇപ്പോൾ പ്രാവുകൾ ഉണ്ടായതുകൊണ്ട് മുകളോട്ട് അടിച്ച് പറന്നില്ല. ഓക്കെ, 2 അതാ അവിടെ പോയി ഇരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് വൈകുന്നേരം ഇങ്ങനെ തുറന്നു വിടും. വെട്ടിട്ട പ്രാവുകളെ ഇങ്ങനെ പുറമെ ആദ്യം ആക്കും. എന്നിട്ട് ചിറകുള്ള കുഞ്ഞന്മാരെയും പുറമെ ആക്കും. അപ്പോൾ ഇനിയിപ്പോൾ പുറമെ ഇങ്ങനെ കുറച്ച് നേരം ടെറസുമ്മൽ കൂടെ ഒക്കെ ഇങ്ങനെ കളിച്ച് നിൽക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് പിന്നെ നമുക്ക് ആ വായ്ക്കൂടിൻ്റെ മുകളിലോട്ട് തെളിക്കുക. അപ്പോൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാവ് പെട്ടെന്ന് സ്ഥലമായിട്ട് ഇണങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പ്രാവില്ലാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവിനെപ്പോൾ പുറമാക്കിയിട്ടുണ്ട്. ഇനി ആൺപ്രാവേ ഉള്ളൂ. ഇനി നമുക്ക് ഈ കുറച്ച് വെണ്ണീരും കല്ലും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊന്ന് വെച്ചുകൊടുക്കുക. നമ്മളിങ്ങനെ ടെറസുമ്മലായതുകൊണ്ട് ഓൾക്ക് ഇതൊന്നും കിട്ടൂല, പുറമെ ഇറങ്ങൂലല്ലോ. അതുകൊണ്ട് ഇത് വെച്ചുകൊടുക്കുന്നതാണ് നല്ലത്. അല്ലാത്ത പ്രാവുകൾക്ക് പുറമെ പോറ്റുന്ന പ്രാവുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ലോഫ്റ്റ് താഴെയുള്ളവർ ഓൽക്കൊക്കെ പിന്നെ സീനില്ല, പ്രാവ് നിലത്തുനിന്ന് കഴിച്ചോളൂ. പക്ഷേ ഇങ്ങനെ ലോഫ്റ്റുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ സീനാണ്. പിന്നെ ഒന്നും കൂടി പറയുകയാണ്, മഴക്കാറുള്ളത് കൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. നമ്മളെ പ്രാവുകൾ മിസ്സായതുപോലെയാണ്. അതുകൊണ്ടാണ്. നമ്മളെ പ്രാവിനെ നോക്കണോ അതേപോലെ നിങ്ങളെ നോക്കണോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുക. വീഡിയോ എടുക്കണോ, ഇനി വീഡിയോ എടുത്തതൊന്നുമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു ഒഴിവ് കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ വിടുന്നുണ്ട് പ്രാവിനെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഡബിൾ കണ്ണീനെ അതേപോലെ ആൺപ്രാവിനൊക്കെ പുറമേക്കാക്കാനുള്ളൂ. എന്തായാലും നമ്മളിപ്പോൾ ആക്കുന്നില്ല, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി തുറന്നതാണ്. എന്തായാലും കുറച്ച് നേരം ഓലൊക്കെ പുറമെ നിൽക്കട്ടെ. പിന്നെ ഈ പ്രാവിനൊന്ന് നമുക്ക് അവായ്ക്കൂടിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. വേറെ ഒന്നുമല്ല, ഇതിനെ ഇപ്പോൾ പുറമേ കിട്ടേണ്ടെങ്കിൽ ശരിയാവില്ല. ഇതൊന്നാമത് ഒരു 6 കള്ളിയായിട്ടുണ്ട് ഈ പ്രാവിന്. അപ്പോൾ ഏതെങ്കിലും പ്രാവിനെ പോയിട്ട് ജോഡി അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വയ്യ നടക്കാനാവില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനൊന്ന് അവായ്ക്കൂട്ടിലേക്ക് ഇടാം. അതുകൊണ്ട് ഇതിന് ചിറകുണ്ട്, അതുകൊണ്ട് പുറമെ ഇടാൻ പറ്റൂല. അതാണ് സീന്. ബാക്കിയുള്ള പ്രാവിനൊന്നും ചിറകില്ല, ആൺപ്രാവിനൊന്നും.
അതുകൊണ്ട് നമ്മൾ എല്ലാ ഫീമെയിൽസിനെ ഇനിയിപ്പോൾ മോളോട്ടാക്കും അവൈക്കൂടിൻ്റെ. അപ്പോൾ നമ്മൾ മെയിൽ പ്രാവിനെ താഴെയും വെക്കും. ഓർക്ക് ജോഡി അടിക്കാനുള്ള ഒരു അവസരം കൊടുക്കൂല. അതൊക്കെ ഒപ്പം നായക്കാലത്ത് നടക്കൂ. എന്തായാലും നമ്മൾ ഈന കൂട്ടിയിലിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്രാവുകളൊക്കെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അവൈക്കൂടിൻ്റെ മോളോട്ടാക്കാം. അപ്പോൾ നമ്മൾ പ്രാവുകളൊക്കെ കുറച്ച് നേരം പുറമെ നിന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് അവൈക്കൂടിൻ്റെ മോളോട്ടാക്കി കൊടുക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ ടെറസ് മാത്രം നമ്മൾ അണങ്ങിയാൽ പോരാ, അവൈക്കൂടായിട്ട് ഇറങ്ങണം നമ്മളെ കുഞ്ഞന്മാരൊക്കെ. അപ്പോൾ നമ്മളെ ഇവിടെ ആദ്യമേ നമ്മൾ വെട്ടിയിട്ട പ്രാവുകളൊക്കെയാണ് നമ്മൾ ആദ്യം അവൈക്കൂടിൻ്റെ മുളകോട്ടാക്കുന്നത്. അതായത് മെയിനായിട്ട് ഈ വെള്ളപ്രാവുകളൊക്കെ ഒരൊന്നും ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ കയറിക്കോളൂ. ഓക്കെ, അത് അടിച്ച് പറഞ്ഞിട്ടാ ഞാൻ പറഞ്ഞില്ലേ, ഏതേ ഒന്ന് പ്രാവ് പറഞ്ഞത് അടിച്ച് പറക്കും. ഓക്കെ, അവിടെ ഇരുന്നുണ്ട്, ഭാഗ്യത്തിന് മുകളോട്ട് പോയില്ല. ഇനി നമുക്ക് ഈ വെള്ളപ്രാവിനൊന്ന് തെളിച്ചു കൊടുക്കുക. അതേപോലെ ഈ പ്രാവുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തെളിച്ചു കൊടുത്താൽ ഓക്കെ, എല്ലാം അവിടെ ഇരുന്നുണ്ട്. ഇനിയിപ്പോൾ പേടിക്കാനുള്ള കുഞ്ഞന്മാരൊക്കെയാണ്. ഓക്കെ, അതിപ്പോൾ പറഞ്ഞത് കുഞ്ഞന്മാരാണ്. ഇപ്പോൾ നമ്മളൊരു ഒരു കുഞ്ഞന് തലവെള്ള കുഞ്ഞനാണ്. അത് അവൈക്കൂടിൻ്റെ മോളോട് പറഞ്ഞ് ആ കറക്റ്റ് സമയത്ത് നമ്മൾ വീഡിയോ ഒന്ന് ബ്ലറായിപ്പോയി. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത കുഞ്ഞൻ അടിച്ച് പറക്കുന്നുണ്ട്. ഓക്കെ, ഭാഗ്യത്തിന് ഇറങ്ങി തന്ന്. അപ്പോൾ ഞാനിവിടെ കുഞ്ഞന്മാരെ എങ്ങനെ ട്രെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പുറമെ ഇങ്ങനെ തുറന്നു വിടും. ഇവിടെ ഉണ്ടായ കുഞ്ഞന്മാരാണ് ഇങ്ങനെ പുറമെ തുറന്നു വിടും. അപ്പോൾ അങ്ങോട്ടും അവൈക്കൂടും കുറച്ച് ടെറസും ഒക്കെ ആയിട്ട് ഇണക്കൂ. പിന്നെ ഓല തന്നെ അടിച്ച് പറക്കൂ ചിലപ്പോൾ. ഇപ്പോൾ കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് പറഞ്ഞ മുകളിൽ. അപ്പോൾ ഇങ്ങനെ അടിച്ച് പറക്കുമ്പോൾ നമ്മളെ പ്രാവുകൾ ഇവിടെ ഇണങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കൈകൊണ്ട് വിടുന്ന പരിപാടിയൊക്കെ നിർത്തി. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ അറിവ് വെച്ച് ഈ പ്രാവിൻ്റെ മേഖലയിൽ. അപ്പോൾ നമ്മളിപ്പോൾ കൈകൊണ്ട് വിട്ടിട്ടുണ്ടെങ്കിൽ ചില പ്രാവൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് നല്ല കൃത്യം ഇരുന്ന് തരുന്നുണ്ട് ഒരു വെള്ളക്കുഞ്ഞന്മാർ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വെള്ളക്കുഞ്ഞന്മാരെ വാങ്ങിയെന്ന്. അപ്പോൾ ഐറ്റങ്ങളെ ഞാൻ കൈ കൊണ്ടൊന്നല്ല എറിഞ്ഞ് പറപ്പിച്ചേ, താനെ ഇവിടുന്ന് അടിച്ച് പറന്ന് അങ്ങനെ ഇവിടെ സ്ഥലങ്ങൾ എയിമായാണ്. അതേപോലെയാണ് ഞാൻ ഇപ്പോൾ ഇനി അടുത്ത കുഞ്ഞന്മാരൊക്കെ ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ ഒരു ദിവസം മാത്രമേ അവൈക്കൂടിൻ്റെ മുകളിലിട്ടുള്ളൂ. പിന്നെ ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടുന്ന് തെളിച്ചിട്ട് അവൈക്കൂടിൻ്റെ മുകളിലോട്ടാക്കുന്നത്. എന്നിട്ട് കറക്റ്റ് അവിടെ പോയി ഇരിക്കുകയും ചെയ്ത്. ഇപ്പോൾ നമ്മൾ വേറെ പ്രാവുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കുഞ്ഞന്മാർ അവിടെ ഇരിക്കുകയുള്ളൂ. അതേപോലെ ഓലമയിൽ ഇരിക്കുന്ന പ്രാവുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുഞ്ഞന്മാർ അവിടെ ഇരിക്കും. അതാണ് മാക്സിമം നമ്മൾ പ്രാവുകളൊക്കെ വെട്ടി ടെറസിലും അവൈക്കൂടിൻ്റെ മുകളിൽ ഇടുന്നത്. കുഞ്ഞന്മാർക്ക് പെട്ടെന്ന് ഏത് പ്രാവ് ഉള്ള സ്ഥലത്തോ കുഞ്ഞന്മാരൊക്കെ ഇറങ്ങും. അപ്പോൾ കൂടുതൽ ഞാൻ ഓൺ വോയിസിലാണ് സംസാരിക്കുന്നത്. നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നല്ല. അപ്പോൾ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ നല്ലോണം കിതയ്ക്കുന്നുണ്ട്, കുറേ നേരമല്ല പറയുന്നത്. പിന്നെ നമ്മളെ ഒരു വെള്ളക്കുഞ്ഞൻ നല്ല തലവെള്ള ഒരു ചെറിയൊരു തലവെള്ള കണ്ടോ, അതിനെങ്ങനെ കൊത്താണ്. മിക്കവാറും അടിച്ചു പറക്കാനുള്ള സാധ്യത ഉണ്ട്. ആണ്, വല്ലാത്ത ആണാണ്. കുഞ്ഞന്മാരാണ്, 3 കളിയായിട്ടുള്ളൂ. പക്ഷേ ആണിൻ്റെ അതേ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. 3 കളിയായ ഒരു വെള്ളക്കുഞ്ഞനത്. ഇതിങ്ങനെ കൊത്തി ആണിൻ്റെ അതേ ഒരു ആക്റ്റീവ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞന്മാർ ഇങ്ങനെ. പിന്നെ ഒരു ഉപകാരം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവൈക്കൂടിൻ്റെ കുറച്ച് തൊട്ട് മുകളിൽ സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ പ്രാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് കളിക്കുക. ഓവർ ഹൈറ്റിൽ സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ പ്രാവുകൾ അവിടെ ഇരിക്കില്ല. നമ്മൾ അവൈക്കൂടായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കുറച്ച് ഹൈറ്റ് ഉള്ള സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ പോയി ഇരിക്കും. ഇതിപ്പോൾ ഞാനൊന്നും ആക്കിയില്ലല്ലോ, അവിടെ പോയി കുഞ്ഞന്മാർ രണ്ടും അവിടെ പോയി ഇരുന്ന്. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ആ തലവെള്ളല്ലേ, ഒന്ന് സൂം ചെയ്ത് തരാം. ഈ പ്രാവ് സ്റ്റാൻഡ് മേലെ ഇരിക്കുന്ന. അപ്പോൾ അങ്ങനെ ഇരുന്ന് അടിച്ച് പറന്ന് ഇവിടുന്ന് ശീലമായാൽ മാത്രം നമ്മളിവിടെ ചുറ്റിക്കും. ഇവിടെ താനെ അടിച്ച് പറഞ്ഞാൽ മാത്രമേ ഞാൻ പിന്നെ വിടരുള്ളൂ. ഇവിടെ താനെ പറന്ന് അടുത്ത പറക്കാൻ ശ്രമിക്കുന്ന അടുത്ത കുഞ്ഞെ മിക്കവാറും പറക്കാനുള്ള സാധ്യതയുണ്ട്. ഈ കുഞ്ഞെ അതിൻ്റെ തുണയാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടല്ലേ, സൂമിങ്ങൊക്കെ.
എൻ്റെ പ്രാവുകളാണ്. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ 2 കുഞ്ഞന്മാരും അവ സ്റ്റാൻഡായിട്ട് കുറച്ച് തയങ്ങിയുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവിടെ പോയി ഇരിക്കുന്നത്. കുഞ്ഞന്മാർ സ്റ്റാൻഡ് മേൽ കണ്ടോ, ഇങ്ങനെയാണ് സ്റ്റാൻഡ് മേൽ ഇട്ട് തയ്ക്കുക. താനെ അടിച്ച് പറക്കും പ്രാവുകൾ. ഒരു പ്രാവ് മുകളിൽ നിൽക്കണോ, ഇതാ ഇപ്പോൾ കുത്തുകയാണ്. മിക്കവാറും അത് താഴെ വീഴുകയോ അല്ലെങ്കിൽ അടിച്ചു പറക്കുകയോ ചെയ്യും. പിന്നെ മാക്സിമം എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക. അപ്പോൾ കുറേ നേരമായി പറയുന്നത്, അതേപോലെ കുറേ കാലമായി വീഡിയോ എടുക്കുന്നു. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വീഡിയോസ് ഇടും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുക, അത് മാത്രമേ പറയാനുള്ളൂ. കമൻറ്റും ലൈക്കും മാത്രം മതി നിങ്ങളെ. അപ്പോൾ വീഡിയോസ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക, അതൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഓരോന്നും ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് പറത്തുന്ന വീഡിയോ ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഇടുന്നുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അതേപോലെ ഇന്നിപ്പോൾ സമയം ഉണ്ടായിരുന്നു, പക്ഷേ മഴ പറ്റിച്ച് മഴക്കാറുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വിടാൻ പോകുമ്പോഴേക്കും ചിലപ്പോൾ പെയ്യുക, പറയാൻ പറ്റില്ല എന്താ അവസ്ഥ എന്നൊന്നും. അതുകൊണ്ട് ഇന്ന് വിട്ടില്ല. ഇന്ന് കുറച്ച് പ്രാവിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വന്നതാണ്. എന്തായാലും ഓല അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആൺപ്രാവിനൊക്കെ പുറമേക്കാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഡബിൾ കണ്ണീനെ പുറമേടുകയാണ്. അതേപോലെ നമുക്ക് കിട്ടിയ പ്രാവില്ലേ ഇവിടെ വന്ന്, അതിനെ ഒന്ന് പുറമാക്കി. അതിന് അത്യാവശ്യം ചിറക് വന്നിട്ടുണ്ട് തോന്നുന്നു. ചിറക് വെട്ടിയിട്ടാണ്, എന്താ അറിയില്ല, പറന്നു പോകുമെന്ന് അറിയില്ല. പറന്നു പോവില്ല, ചിലപ്പോൾ ഓലമേരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിതാ മെയിനായിട്ട് പറയാനുള്ള ഇതാ ഇതിൻ്റെ ചിറക് വെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പറക്കൂല, കണ്ടോ. അപ്പോൾ അത് വെട്ടിയതെങ്കിൽ നല്ല പ്രാവായത് കൊണ്ടാണ്, അതിനെ വെറുതെ ഫാൾക്കന് കൊടുക്കണ്ട വിചാരിച്ചിട്ടാണ്. ഇനി ഒന്നും നോക്കാനില്ല, അവരെ കുറച്ച് പുറമേക്കാക്കാം. കുറച്ചൊക്കെ ചിറകൊക്കെ വന്നിട്ടുണ്ട് പ്രാവിന്. പിന്നെ ഓവറായിട്ട് പറക്കൂലല്ലോ, അതാണൊരു സമാധാനം. അപ്പോൾ 5 പ്രാവുകളൊക്കെ എത്രയേ ഉള്ളൂ, ചെറിയൊരു സെറ്റപ്പാണ് പ്രാവിനെ പോയിട്ട് തന്നെ. മിക്കവാറും ആൺപ്രാവ് പറക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നമ്മളെന്തായാലും ആണിനെയും പെണ്ണിനെയും സെപ്പറേറ്റ് തന്നെ ആക്കുക. ഏതെങ്കിലും ഒരു പ്രാവ് ഇങ്ങോട്ട് പറഞ്ഞാലോ അതേപോലെ ആ വായ്ക്കൂടിൻ്റെ മുകളിലോട്ട് പറഞ്ഞാലോ രണ്ടത്തിനെ മാറ്റിക്കാളൂ. എന്താ വെച്ചാൽ ജോഡി അടിക്കാൻ സമ്മതിക്കൂല. അപ്പം എന്തായാലും നമ്മളേതോ കുഞ്ഞ് ഇതായി ഇറങ്ങി. അപ്പോൾ ഇതാ ഒരു കുഞ്ഞേ ഉള്ളൂ, ആ തലേ വെള്ള. നമ്മളെ മറ്റേ പ്രാവ് ഇറങ്ങിക്ക. നല്ലൊരു മഴയൊക്കെ വരുന്നുണ്ട്. ഇത്രയും നല്ല മഴക്കാറാണ്. കൂടുതലൊന്നും പറയാനല്ല, അപ്പൊ തന്നെ അത്യാവശ്യം ലെങ്തായി ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണാം. വെറുതെ ലാഗാക്കുന്നില്ല, ലെങ്ത് കൂട്ടിയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ കാണാം. ബൈ.